നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യം ഉള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. മനസ്സിന്റെ നിഗൂഢമായ വേദനകളിലൂടെ കത്തിജ്വലിക്കുന്ന തീരുമാനത്തിലേക്ക് ഈ വ്യക്തി വരുന്നു. എന്താണ് ആ തീരുമാനം? അപ്പോൾ ഉറപ്പായിട്ടും ഒരു കൃത്യമായിട്ടുള്ള തീരുമാനത്തിലേക്കാണ് ഈ വ്യക്തി എത്തിച്ചേരുവാനായിട്ട് പോകുന്നത്. നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന എന്ത് തീരുമാനത്തിലേക്കാണ് ഈ വ്യക്തി എത്തിച്ചേരുന്നത് എന്നിങ്ങനെയുള്ള മുഴുവനുമായിട്ടുള്ള വിശദാംശങ്ങൾ കഴിവതും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ വായന ചെയ്യാനായിട്ട് പോകുന്നത്. കിട്ടുന്ന എല്ലാ എനർജികളും എല്ലാ ഊർജങ്ങളും നമ്മൾ ഇന്നിവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ ഊർജം വളരെയധികം ഉയർന്ന തലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഉയർന്ന തലത്തിലേക്ക് മാറുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ള പ്രാർത്ഥനകളോ നിങ്ങളുടെ വിശ്വാസമോ അതല്ലെങ്കിൽ നിങ്ങളാൽ സംബന്ധിക്കുന്ന, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനകളോ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ആയിരിക്കാം. അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുവാനായിട്ട് പറ്റുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം ഉയർന്ന തലത്തിലാണ് എല്ലാം കൊണ്ടും നിലനിൽക്കുന്നത്. ഉയർന്ന തലത്തിൽ നിങ്ങൾ നിലനിൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും കഴിവ് കൊണ്ടും എന്നിങ്ങനെയുള്ള എല്ലാ തലത്തിലും നിങ്ങൾ വളരെയധികം ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെ മുന്നിട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. നിങ്ങളിലെ ഇത്തരം മാറ്റങ്ങളും സൽപ്രവർത്തികളും പോസിറ്റീവായിട്ടുള്ള ഉയർച്ചകളും കണ്ടിട്ട് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ അതിശയിപ്പിക്കുന്ന തലത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ ഒരു വേഗതേനെയാണ് സൂചിപ്പിക്കുന്നത്. അതൊരു പക്ഷേ മാനിഫെസ്റ്റേഷൻ മുഖാന്തരം വരുന്ന വേഗതയായിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തി എവിടെയാണോ ഇപ്പോൾ ദൂരെയാണെങ്കിൽ അവിടെ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു രീതിയിനെയും കൂടി ആയിട്ടാണ് നമുക്ക് ഈ ഒരു വേഗതയെ സൂചിപ്പിക്കുന്ന 8 ഓഫ് ഫയർ ലഭിച്ചിട്ടുള്ളത്. അത് തീർത്തും ഒരു യാത്രയെയാണ് കാണിക്കാറുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു യാത്രയായിരിക്കാം പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ തേടി അങ്ങോട്ട് പോകുന്നതാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യാത്രയിൽ പോകുമ്പോൾ യാദൃശികമായിട്ടും ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നതോ സംസാരിക്കുന്നതോ ആകാം. എന്നിങ്ങനെയുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ട് നമുക്ക് ഇന്നത്തെ വായനയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തി ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വേദനകളും യാതനകളും സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ സ്വന്തമാക്കുന്ന കാര്യത്തിൽ ഒരുപാട് വ്യക്തികൾ എതിർപ്പ് നിന്നിട്ടുള്ളതായി നമുക്കിവിടെ കാണാം. പക്ഷെ അവരെല്ലാം പറയുന്നത് കേട്ട് അവർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയ ഒരു രീതിയും കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചതാണ് ഏറ്റവും വലിയ മണ്ടത്തരമായി ഈ വ്യക്തി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും പല ഭാവമാറ്റങ്ങൾക്കും ഈ വ്യക്തിക്ക് തിരിച്ചു പറയാനോ പ്രകടിപ്പിക്കാനോ യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി സാമ്പത്തിക മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള മെച്ചപ്പെടലുകളും നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റിലൂടെ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ വിജയം കണ്ടെത്തണമെന്നും താൻ ആഗ്രഹിച്ച ലക്ഷ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റണം എന്നുള്ളൊരു വാശിയോട് കൂടിയ ഒരു പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഈ വ്യക്തി ഇപ്പോൾ. ആ ഒരു വാശിയിൽ നിങ്ങളോടുള്ള സ്നേഹവും ഒരു കാരണം തന്നെയാണ്.
കാരണം നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ വേദനകളും ഒരുപാട് ചിന്തിപ്പിക്കുകയും അതുപോലെ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതോടുകൂടി നിങ്ങളൊരു ഗുരു എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത്. നിങ്ങളൊരു ഗുരുവാണെന്നും നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതോടുകൂടിയാണ് ധാരാളം മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നുമാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. സ്വന്തമായി കഴിവുകൾ രൂപപ്പെടുത്തുവാനും അതിനെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി വിജയത്തിൽ പല മേഖലകളിലും വിജയം കൊണ്ടുവരാനുമൊക്കെ ഈ വ്യക്തി പ്രാപ്തരായി തീർന്നിട്ടുള്ളത് നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഈ വ്യക്തിയെ കൊണ്ട് സാധ്യമായ കാര്യമല്ല. നിങ്ങളെ ഉപേക്ഷിക്കണമെങ്കിൽ ഈ വ്യക്തി തന്നെ മാറിപ്പോകണം എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. പക്ഷേ നിങ്ങളെ ഉപേക്ഷിക്കാൻ ഒരിക്കലും ഈ വ്യക്തിയെ കൊണ്ട് ആവില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഇവിടെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഒന്നില്ലെങ്കിൽ അത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയായിരിക്കാം. അപ്പോൾ സൽക്കർമ്മങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നുണ്ട്. ആ സൽക്കർമ്മങ്ങളിലൂടെ പുതിയൊരു മനുഷ്യനായി തീരുക, അല്ലെങ്കിൽ പ്രണയബന്ധത്തിൽ ഉടനീളമായിട്ടുള്ള ഒരു അനുഗ്രഹം കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏക ലക്ഷ്യമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ വ്യക്തി ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തികളൊക്കെ ചെയ്യുകയും പ്രാർത്ഥനയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുകയും ശക്തമായിട്ടുള്ള രീതിയിൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് മനസ്സ് ശുദ്ധിയാക്കി ചിന്തകളിൽ വ്യത്യാസങ്ങൾ വരുത്തി ആത്മാവിനെ ശുദ്ധീകരിച്ചും വ്യക്തമാക്കിയുമാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തലത്തിലൂടെ ഈ വായന കാണുന്ന പ്രേക്ഷകരായ നിങ്ങൾ നേരത്തെ തന്നെ ഈ വഴിയിലൂടെ കടന്നു പോയവരാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം ആത്മീയവും ഭൗതികവുമായിട്ടുള്ള മാറ്റങ്ങൾ എത്രമാത്രം വ്യത്യാസമുണ്ടെന്നും നിങ്ങൾ ആത്മീയമായി എത്രമാത്രം വളർന്നുവെന്നും അതിൻ്റെതായിട്ടുള്ള അടയാളങ്ങൾ എന്തൊക്കെ കണ്ടുവെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഈ വ്യക്തി ആത്മീയ പാതയിലേക്ക് വന്നിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം തുടങ്ങിയപ്പോൾ മുതൽ, അതിനോടൊപ്പം തന്നെ അതിലൂടെ ഉണ്ടായ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ്, കത്തിജ്വലിക്കുന്നതുമായിട്ടുള്ള തീവ്ര വേദനയിലൂടെ ഈ വ്യക്തി പല തീരുമാനങ്ങളിലേക്കും രീതികളിലേക്കും മാറിപ്പോയിട്ടുള്ളത്. എന്തൊക്കെ സാഹചര്യം വന്നിട്ടാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെക്കുറിച്ചുള്ള വിശ്വാസമോ ശുഭാപ്തി വിശ്വാസമോ ഒന്നും തന്നെ മാഞ്ഞു പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജതന്ത്രത്തിലൂടെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നത്. സാഹസികത നിറഞ്ഞ പ്രണയബന്ധമാണ് എന്നറിയാമെങ്കിൽ പോലും അവയെല്ലാം നേരിടുവാനും മുൻകൂട്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന, ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന യോദ്ധാവിൻ്റെ മനോഭാവത്തോടു കൂടിയാണ് ഈ വ്യക്തിയെ നമുക്കിപ്പോൾ കാണുവാനായി സാധിക്കുന്നത്. അതുമാത്രമല്ല, വലിയൊരു മാറ്റത്തിലേക്ക് ഈ വ്യക്തി വഴിമാറി വരാനുള്ള ഏക കാരണം, വേറൊരു കാരണം, ഒരുപാട് കാരണങ്ങളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളാണ് ഈ വ്യക്തിക്ക് വിധിക്കപ്പെട്ട വ്യക്തി എന്നുള്ള തിരിച്ചറിവിലൂടെയാണ് ഈ പേഴ്സൺ പല തീരുമാനങ്ങളിലേക്കും രീതികളിലേക്കും പോകാൻ തയ്യാറായിട്ടുള്ളത്. അതുമാത്രമല്ല, ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഈ വ്യക്തി നിങ്ങളെ തനിച്ചാക്കി പോയി എന്നുള്ളത് സത്യമായ കാര്യമാണ്. കാരണം ആ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷെ അതിന് പകരം ഈ വ്യക്തി ചെയ്തത് നിങ്ങളെ തനിച്ചാക്കി, ഒറ്റക്കാക്കി ദൂരേക്ക് നടന്നു നീങ്ങി. അതിനിപ്പോഴും ഈ വ്യക്തി ക്ഷമ പറയുവാനും അതിനെന്ത് പ്രായശ്ചിത്തം വേണമെങ്കിൽ ചെയ്യുവാനും തയ്യാറാണ്. അതിപ്പോഴാണ് അത്തരം ചിന്താഗതികളും തെറ്റുകുറ്റങ്ങളും തെറ്റേത് ശരിയേത് എന്നിങ്ങനെയുള്ള തിരിച്ചറിവിലേക്കും ഈ വ്യക്തി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രണയബന്ധം ഒന്നായി ചേരുവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിലും ത്യജിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ്. കാരണം ഇത് നിങ്ങളുടെ മാത്രം ആവശ്യമല്ല എന്നും ഈ വ്യക്തിക്കും ശക്തമായിട്ടുള്ളൊരു പങ്ക് ഇതിലുണ്ട് എന്നുള്ള സത്യത്തിലേക്കാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ ഒരുങ്ങിയുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറാകേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനമുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട്. അതിലേക്ക് ഈ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.
അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടേണ്ട അല്ലെങ്കിൽ സംശയിക്കേണ്ട ആവശ്യം ഇല്ല. ഈ വ്യക്തിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെ കണ്ടു കഴിഞ്ഞു. ഇനി ഈ വ്യക്തിയുടെ പ്രയത്നത്തിലൂടെയാണ് ഇതിനെ പോരാടുന്നത്. ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് പരിപൂർണമായിട്ടും ആർജവം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.